പെരിയാർ വാലി അധികൃതരുടെ അനാസ്ഥ മൂലം 13ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. വെള്ളപ്പാച്ചിലിൽ വീടും സ്വത്തുക്കളും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ. കഴിഞ്ഞ 2 വർഷത്തിലധികമായി അധികാരികളുടെ കനിവ് കാത്തു കഴിയുകയാണ് ഈ നിർധന കുടുംബങ്ങൾ. 5 പൈസ പോലും കയ്യിലില്ലാതെ ഞങ്ങളിപ്പോൾ ജീവിക്കണം. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വീട് കെട്ടാനും ഒരു ഇത് കൊണ്ടൊന്ന് മേടിക്കാനും ഈ പടത കൊണ്ടൊന്ന് കൊടുങ്കാറ്റ് ഇത് കഴിഞ്ഞ കൊല്ലം ഈ കഴിഞ്ഞതിൻ്റെ മുറ്റം എല്ലാം കൊടുങ്കാറ്റായിരുന്നു. അതിലൊക്കെ ഈ പടതെല്ലാം പോയിട്ട് ഞങ്ങൾ ആകെ കഷ്ടപ്പെട്ട്. ഇത് മേരിയമ്മ. ഇങ്ങനെ ഇവർക്ക് പറയേണ്ടി വന്നത് സ്ഥലം MLAയും പെരിയാർ വാലി അധികൃതരെയും വിശ്വസിച്ചത് ഒന്നുകൊണ്ട് മാത്രം. 2013 ഭൂതത്താൻകെട്ടിലുള്ള പെരിയാർ വാലി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് ഡാമിൻ്റെ കീഴെ പിണ്ടിമന പഞ്ചായത്തിലെ 13 വീടുകൾ ഒലിച്ചുപോയി. അപ്രതീക്ഷിത വെള്ളപ്പാച്ചിലിൽ എല്ലാം നഷ്ടപ്പെട്ട ഇവരെ ആദ്യം അടുത്തുള്ള ചെങ്കര സ്കൂളിലേക്കും പിന്നീട് ഡാമിന് മുകളിലെ വെള്ളാമക്കെട്ട് എന്ന സ്ഥലത്തേക്കും മാറ്റി. എല്ലാം നൽകുമെന്ന MLA TU കുരുവിളുടെയും റവന്യൂ അധികൃതരുടെയും ഉറപ്പ് ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നു. വീട് പണിയാൻ 2.5 ലക്ഷം രൂപയും സ്ഥലത്തിന് പട്ടയവുമായിരുന്നു വാഗ്ദാനം. ഈറ്റയും ഷീറ്റുമെല്ലാം കൊണ്ടുമേഞ്ഞ കുടിലിൽ മഴയും വെയിലുമേറ്റ് ഇപ്പോഴും ഇവർ കഴിയുന്നു. ഇവിടെ നിന്നും ഇവരെ ഇറക്കിവിടാൻ ഇപ്പോൾ ചില റിസോർട്ട് മാഫിയകളും ശ്രമിക്കുന്നുണ്ട്. ഇതിനെ ഏതു വിധേനയും ചെറുക്കാനുള്ള ശ്രമത്തിലാണിവർ. അപ്പോൾ ആ ജനകീയ സമിതിയുടെ ഇതിൽ ഞങ്ങൾ മറ്റുള്ള അധികാരികളുടെ അടുത്തേക്ക് ഞങ്ങൾ മാർച്ച് നടത്താനും മറ്റുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്താനും വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊണ്ട് ഇരിക്കുകയാണ്. അധികാരികളുടെ വാക്കു വിശ്വസിച്ച് താമസമുറപ്പിക്കുമ്പോൾ ദുരിതം മാത്രമാണ് ഇനി കൂട്ടിനെന്ന് ഇവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. ക്ഷേമമന്വേഷിച്ച് പിന്നെ ആരും മല കയറി വന്നുമില്ല. ഡാനി പോൾ, കൊച്ചി.